ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം ഹിസ്റ്ററിയുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പെയ്ഡ് നോട്ട്സ്, മലയാളം നോട്ട്സിൻ്റെ കാര്യം, അതുപോലെ പെയ്ഡായിട്ടുള്ള അസൈൻമെൻറ്റ്സ്, ഇംഗ്ലീഷിലുള്ള അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകാം. അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് സോഴ്സ് മെറ്റീരിയൽസ് ആണ്. എന്ന് പറഞ്ഞാൽ ഉറവിടങ്ങളുടെ, അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തിൻ്റെ ഉറവിടങ്ങൾ എവിടേക്കാണെന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മലയാള രചനയുടെ അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പരിണാമത്തെക്കുറിച്ചാണ് ആദ്യം നമുക്ക് വരുന്നത്. മലയാള ഭാഷ എങ്ങനെ പരിണമിച്ചുണ്ടായി എന്നുള്ളതാണ്, രൂപമാറ്റം വന്നുണ്ടായി എന്നതാണ്, ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്. മലയാളം ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ടൊരു ഭാഷയാണ്. അത് തമിഴിൽ നിന്നാണ് പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. സംഖ്യാനുപാതത്തിൽ പഴയ തമിഴിൻ്റെ രൂപഭാഷയായിട്ടാണ് ആദ്യം മലയാളം കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നെ 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാലഘട്ടത്തിൽ മലയാളം തമിഴിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയായിട്ട് മാറാൻ തുടങ്ങി. ഭാഷാഭേദം സംഭവിച്ച് പ്രത്യേകതയുള്ള വാക്കുകളും വ്യാകരണപരമായിട്ടുള്ള കുറേ വ്യത്യാസങ്ങളും അതിൽ ഉദയം ചെയ്തു. വടക്കൻ പാട്ടുകൾ, ഭക്തിപ്പാട്ടുകൾ തുടങ്ങിയ മലയാള ഭാഷയുടെ ആരംഭ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ വിഭാഗങ്ങളും രൂപം കൊണ്ടു. സംസ്കൃതത്തിൻ്റെ വലിയ സ്വാധീനം ചേര കാലഘട്ടത്തിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗംഭീരമായ കാവ്യങ്ങളും ഉപനിഷത്ത് മേഖലയിലെ ആശയങ്ങളും ഒക്കെ മലയാളത്തിൽ പാടപ്പെടാൻ തുടങ്ങിയത് ചേരഭരണ കാലഘട്ടത്തിലാണ്. 19-ാം നൂറ്റാണ്ട് മുതലുള്ള നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ എഴുത്തച്ഛൻ്റെ കൃതികൾ മലയാളത്തെ ഒരു പൊതു ജനഭാഷയാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ഭാഷാപ്രയോഗവും വ്യാകരണഘടനയും കൂടുതൽ സ്ഥിരതയിലേക്ക് മാറി. ഈ ഘട്ടത്തിൽ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് വിദ്യാഭ്യാസം, പ്രചരണം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ആധുനിക കാലഘട്ടത്തിലെ പ്രിൻറ്റിങ്, മാധ്യമങ്ങൾ, ഇൻ്റർനെറ്റ് തുടങ്ങിയവ മലയാള ഭാഷയുടെ വ്യാപ്തി ഒന്നുകൂടി കൂട്ടി. പുതിയ ആശയങ്ങളും ശബ്ദങ്ങളും ഭാഷയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളിൽ നിന്നുള്ള കുറേ വാക്കുകൾ മലയാളത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ മലയാളം പ്രാചീന തമിഴിൽ നിന്നുള്ള ഒരു ഭാഷയായിട്ട് തുടങ്ങിയിട്ട് സംസ്കൃതം, അറബിക്, പേർഷ്യൻ, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ നിന്നുള്ള സ്വാധീനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്ര സ്വതന്ത്ര ഭാഷയായിട്ട് വളർന്നു വന്നു. ഇത്രയാണ് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്. ഇനി നമുക്ക് മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളുണ്ട്. 3 സിദ്ധാന്തങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ദ്രാവിഡ സിദ്ധാന്തം, മറ്റൊന്ന് സംസ്കൃത തമിഴ് സമന്വയ സിദ്ധാന്തം, മൂന്നാമത്തത് ഇൻഡോ ആര്യൻ സിദ്ധാന്തമാണ്. നമുക്ക് ആദ്യം ദ്രാവിഡ സിദ്ധാന്തം നോക്കാം. പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും തമിഴിൽ നിന്ന് വന്നതാണെന്നുള്ള ഉത്ഭവമാണെന്നുള്ളതാണ് കേട്ടോ. അതായത് ഇതിൻ്റെ പ്രധാന വക്താക്കൾ റോബർട്ട് കോൾവെല്ല്, കുമാരസ്വാമി ശാസ്ത്രി, ശേഷഗിരിറാവു മുതലായ ആളുകളാണ്. ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ മലയാളം ഒരു ദ്രാവിഡ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും അത് തമിഴിൽ നിന്നുള്ള രൂപഭാഷയായിട്ട് തന്നെയാണ് വികസിച്ചു വന്നത് എന്നാണ്. അതുതന്നെയാണ് ഈ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയവും. വ്യാകരണഘടന, ശബ്ദക്രമം, അതുപോലെ തന്നെ അടിസ്ഥാന വാക്കുകൾ എന്നിവ തമിഴ്, കന്നഡ ഭാഷകളോട് സാമ്യമുള്ളതാണെന്നാണ് ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നത്. ഇത്രയാണ് ആ സിദ്ധാന്തത്തെക്കുറിച്ച്. ഇനി സംസ്കൃതം തമിഴ് സമന്വയ സിദ്ധാന്തത്തിൽ പറയുന്നത് GS പൊൻകയ്യെ, KM ജോർജ് മുതലായവരാണ് അതിലെ പ്രമുഖ വക്താക്കൾ. അവർ പറയുന്നത് മലയാളം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് തമിഴിൽ നിന്നുള്ളതല്ല, തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സംയോജനമാണ് മലയാളം എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയം. മലയാളത്തിൽ സംസ്കൃത വാക്കുകളുടെ വ്യാപകമായ ഉപയോഗം, അതുപോലെ സാഹിത്യ വൈദിക പാരമ്പര്യങ്ങളിൽ സംസ്കൃതത്തിൻ്റെ സ്വാധീനം, എഴുത്തച്ഛനെ പോലുള്ളവരുടെ സംസ്കൃത ഭാഷാ ശൈലി, ഇതൊക്കെ എന്താണ് മലയാളത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാം അതിന് മലയാളവും സംസ്കൃത സമന്വയമാണ് അല്ലെങ്കിൽ തമിഴ് സംസ്കൃത സമന്വയമാണ് മലയാളം എന്ന് പറയുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അതിന് കാരണമായി എന്നിവർ പറയുന്നു. ഇനി മൂന്നാമത്തെ സിദ്ധാന്തമാണ് ഇൻഡോ ആര്യൻ സിദ്ധാന്തം. ഇത് കൂടുതൽ പിന്തുണ ലഭിക്കാത്ത ഒരു സിദ്ധാന്തമാണ്. എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ അംഗീകാരം മാത്രം കിട്ടിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഇൻഡോ ആര്യൻ സിദ്ധാന്തം. അപ്പോൾ ചില പാശ്ചാത്യ പണ്ഡിതന്മാരാണ് ഇതിലെ പ്രമുഖരായിട്ടുള്ള വക്താക്കൾ. അവർ പറയുന്നത് മലയാള സംസ്കൃത ഭാഷയുടെ ഒരു ശാഖയാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. ഇത്രയാണ് 3 സിദ്ധാന്തങ്ങൾ. ഇനി ഗ്രന്ഥവരി പ്രമാണങ്ങളുടെ പ്രാധാന്യമാണ്. ഗ്രന്ഥവരികൾക്ക് ഉദാഹരണങ്ങൾ. ഗ്രന്ഥവരി പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയുക? ചരിത്രപരമായ തെളിവുകൾ നൽകുന്ന പ്രമാണങ്ങളാണ്, രേഖകളാണ്. പുരാതനകാല സമൂഹത്തിലെ സംസ്കാരം, തത്വചിന്ത, മതം, സാമൂഹിക വ്യവസ്ഥ എന്നിവ ഈ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകും.
സാഹിത്യം മുഖേന ചരിത്രം വായിക്കാൻ സഹായിക്കുന്നവയാണ് ഈ ഗ്രന്ഥവരികൾ. കാവ്യങ്ങൾ, പുരാണങ്ങൾ, ഗാനങ്ങൾ മുതലായവ വളരെ നിഗൂഢമായിട്ടുള്ള ചിത്രങ്ങളുടെ വിവരങ്ങളോട് കൂടിയിട്ട് ഇതിൽ നൽകിയിട്ടുണ്ടാകും. ഭാഷയുടെ വളർച്ചയെ പിൻവലിച്ച് നിരീക്ഷിക്കാൻ ഈ ഗ്രന്ഥങ്ങൾ സഹായകമാണ്. ഭാഷാശൈലി, ഭാഷയുടെ ഉപയോഗം, വ്യാകരണം തുടങ്ങിയവയുടെ മാറ്റം ഇതിലൂടെ നമുക്ക് പരിശോധിച്ചറിയാൻ കഴിയും. ഇതിലൂടെ ഗ്രന്ഥവരികളിലൂടെ ധാർമ്മിക, സാമൂഹിക, സാമ്പത്തിക പശ്ചാത്തലങ്ങൾ വ്യക്തമാക്കുന്നവയാണ് ഗ്രന്ഥവരികൾ. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്. തീർത്ഥയാത്രാ വിവരണങ്ങളും ചരിത്രകാര്യങ്ങളൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഈ ഗ്രന്ഥവരികൾക്ക് ഉദാഹരണങ്ങളാണ്. എഴുത്തച്ഛൻ്റെ കൃതികൾ, കേരളോൽപ്പത്തി, കോലത്തുനാടിൻ്റെ കാവ്യങ്ങൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ, ചെമ്പുതകിടിലെ പഴയ രേഖകൾ, തിരഞ്ഞെടുത്ത ഭാഷാഗ്രന്ഥങ്ങൾ എന്നിവയൊക്കെ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ഗ്രന്ഥവരികളാണ്. ഇനി മധ്യകാല കേരളത്തിൻ്റെ ചരിത്രപരമായ ധാരണയ്ക്ക് അറബ്, ചൈനീസ്, യൂറോപ്യൻ യാത്രാ വിവരണങ്ങൾ നൽകിയ സംഭാവന. അപ്പോൾ ആദ്യം നമുക്ക് അറബ് നോക്കാം. അറബ് യാത്രാ വിവരണത്തിൽ നമുക്ക് ഇബ്നു ബത്തൂത്ത, സുലൈമാൻ അൽ മസൂദി മുതലായ ആളുകളെയാണ് സൂചിപ്പിക്കുക. അതിൽ ഇബ്നു ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. കോഴിക്കോട് ഉൾപ്പെടെ മലബാർ തീരത്തെ ഇദ്ദേഹം വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. കേരളത്തിലെ വ്യാപാര സാധ്യത, അതുപോലെ മുസ്ലിം സാമുദായിക സ്ഥിതി, ഭരണ സംവിധാനം എന്നിവയെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സുലൈമാനും മസൂദിയുമാണെങ്കിലോ ഇന്ത്യ അറബ് കടൽമാർഗ വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ് അവർ വിശദീകരിക്കുന്നത്. കൊച്ചി പോലെയുള്ള മറ്റ് തുറമുഖങ്ങളും അവരുടെ കൃതികളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. കേരള ആധുനിക കാലത്തും ആഗോള വ്യാപാരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ഈ അറബി യാത്രികരും നൽകുന്നുണ്ട്. ഇവരുടെ കൃതികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മുസ്ലിം സമുദായങ്ങളുടെ വരവിനെക്കുറിച്ചും അവരുടെ വ്യാപാരപരമായ സ്വാധീനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ. ഇനി ചൈനീസ് യാത്രികരുടെ സംഭാവന നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ളത് മിങ് ചൈനയിലെ ട്രിബ്യൂട്ടറി മെഷീനുകളും ചെങ്ഹൈ അടക്കമുള്ള കപ്പൽ ക്യാപ്റ്റന്മാരുമാണ്. ഇവർ കൊല്ലം, കൊച്ചി സന്ദർശിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ചീന ചീന പട്ടണങ്ങൾ, അതുപോലെ വാണിജ്യ പശ്ചാത്തലം എന്നിവ ഇവരുടെ രേഖകളിൽ കാണാൻ കഴിയും. കേരളം ചൈനയുമായിട്ട് നേരിട്ട് വ്യാപാരം നടത്തിയതിൻ്റെ തെളിവുകൾ ഇവരുടെ രേഖകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ചൈനീസ് നാണയങ്ങൾ, കുടംപുളി പോലെയുള്ള ചില്ലറ ചരക്ക് കച്ചവടം എന്നിവയുടെ ഉറവിടം ഇവരുടെയൊക്കെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇനി യൂറോപ്യൻ യാത്രികരാണ്. യൂറോപ്യൻ യാത്രികരിൽ മാർക്കോ പോളോയും ബർബോസയും വാസ്കോ ഡ ഗാമ, ജോൺ ഫ്രയർ, വില്യം ലോഗൺ ഇവരൊക്കെ പ്രധാനികളാണ് കേട്ടോ. അതായത് ഒരുപാട് യൂറോപ്യന്മാർ വന്നിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിലാണ് മാർക്കോ പോളോയുടെ വരവ്. മലബാർ തീരത്തെ പറ്റിയും അവിടുത്തെ കയറ്റുമതി ചരക്കുകളെക്കുറിച്ചുമാണ് മാർക്കോ പോളോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബർബോസ 16-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ വന്നത്. ഇദ്ദേഹം കൊച്ചി, കോഴിക്കോട് തുരുത്തുകളിൽ നടന്ന വ്യാപാരം വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ആചാരങ്ങൾ, ബന്ധങ്ങൾ, ഭരണഘടന തുടങ്ങിയവയെക്കുറിച്ചും ഇദ്ദേഹം വിവരം നൽകുന്നുണ്ട്. ഇനി വാസ്കോ ഡ ഗാമയും ജോൺ ഫ്രയറും വില്യം ലോഗണുമാണ്. ഗാമയുടെ വരവ് കേരളത്തിൽ കൊളോണിയൽ ഇടപെടലിൻ്റെ തുടക്കം ചിത്രീകരിക്കുന്നത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ പ്രധാന പ്രമേയമായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കേരളത്തിലെ തുറമുഖ വ്യാപാരത്തിൻ്റെ വ്യാപ്തി, സാമുദായിക അന്തരീക്ഷം, അതുപോലെ ഭരണരീതി, ആചാരങ്ങൾ, ദേശീയ വൈദേശിക ബന്ധങ്ങൾ എന്നിവയെല്ലാം വളരെ വ്യക്തമായിട്ട് യൂറോപ്യൻ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത്രയാണ് ഈ രണ്ടാമത്തെ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.